ഹായ് ഹലോ ബി ആർ കുക്കിംഗ് ആൻഡ് വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്ക് ബ്രെഡ് വെച്ചിട്ട് നല്ലൊരു പുഡിംഗ് ഉണ്ടാക്കിയാലോ. നല്ല ഈസിയാണ് കേട്ടോ, അധികം പണിയൊന്നുമില്ല. ഇതുണ്ടാക്കാനായിട്ട് മാക്സിമം ഒരു 10 മിനിറ്റൊക്കെ മതി കേട്ടോ. ഞാൻ ഉണ്ടാക്കിയ ഒരാൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ല കൂടുതൽ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചും കൂടി സമയം വേണ്ടി വരുന്നു മാത്രമേ ഉള്ളൂ. നമ്മുടെ വീട്ടിലുള്ളവർക്ക് ഇടയ്ക്കൊക്കെ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഭയങ്കര ഇഷ്ടമാവും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും വിശേഷങ്ങൾക്കൊക്കെ നമ്മൾ ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ അതൊരു സ്പെഷ്യൽ ആവുകയും ചെയ്യും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്നുള്ളതൊന്നും കണ്ടിട്ട് വരാം. അതിനായിട്ട് ഞാൻ 2 പീസ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. അതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ബ്രൗൺ ബ്രെഡാണ്. ഇനി നമുക്ക് അതിൻ്റെ 4 വശം ഉണ്ടല്ലോ, ആ മുരിഞ്ഞ ഭാഗം അതൊന്ന് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. ഞാനിപ്പോൾ ബ്രൗൺ ബ്രെഡ് എടുത്തൊന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ഏത് തരം ബ്രെഡ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ബ്രെഡിൻ്റെ അരികവശങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ഇനി ഓരോ ബ്രെഡും 4 പീസസായിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയെടുക്കാം. ഞാനിപ്പോൾ സ്ക്വയർ ഷേപ്പിൽ 4 പീസായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അതിന് പകരം നമുക്ക് ട്രയാങ്കിൾ ഷേപ്പിലോ അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ നീളത്തിൽ തന്നെ 2 പീസായിട്ടോ അല്ലെങ്കിൽ 3 പീസായിട്ടോ കട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ഓരോ ബ്രെഡും 4 പീസായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ച് നമുക്കിതിന് പൊരിച്ചെടുക്കണം. അതിനായിട്ട് ഒരു തവയിലേക്ക് ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് ഇങ്ങനെ നിൽക്കും. അതുകൊണ്ട് നമ്മൾ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുത്ത് അത് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ഓരോ ബ്രെഡിൻ്റെ പീസസും ഇട്ട് കൊടുത്തിട്ട് വറുത്തെടുക്കാം. തീ കുറച്ച് വെച്ചിട്ട് വേണ്ട ചെയ്യാനായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ ബ്രെഡ് പീസ് പെട്ടെന്ന് കരിഞ്ഞ് പോട്ടോ. ഇനി ഇത് തിരിച്ചു മറിച്ചിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. എൻ്റെ മോൻ ചെറിയ കുട്ടിയായിരുന്ന സമയത്തായാലും പിന്നെ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന കാലത്തായാലും അവന് വൈകുന്നേരമൊക്കെ ഞാൻ ഇടയ്ക്ക് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അവന് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുന്നത്. അത് നമ്മൾ നെയ്യിൽ മാത്രമാണ് പൊരിച്ചു കൊടുക്കാറ്, ഓയിൽ ഒഴിക്കാറില്ല. ഇപ്പോൾ ഇച്ചിരി വലിയ കുട്ടിയായെങ്കിലും ഇടയ്ക്കൊക്കെ ഞാൻ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കും. അത് കാണുമ്പോഴേ അവന് ഭയങ്കര സന്തോഷമാണ്. ഇങ്ങനെ നെയ്യിൽ ബ്രെഡ് പൊരിച്ച് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടമാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവണ വരെ നമ്മളിത് പൊരിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിനാവശ്യമുള്ള പാൽ റെഡിയാക്കണം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് നമ്മുടെ മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/4 കപ്പിനേക്കാളും കുറച്ചും കൂടി കൂടുതലുണ്ടാവും കേട്ടോ പഞ്ചസാര. അതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊക്കെ ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് എത്ര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. ഇനി നമുക്ക് ഈ പാല് തിളപ്പിച്ചെടുക്കണം. അതിനായിട്ട് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് 1/4 കപ്പ് പാലെടുത്തിട്ട് അതിലേക്ക് 2 ടീസ്പൂണ് കസ്റ്റാർഡ് പൗഡറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം അതിൽ ഒട്ടും കട്ടകളില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. അപ്പോഴത്തേക്ക് നമ്മൾ അടുപ്പത്ത് വെച്ചിരിക്കുന്ന പാല് ഒരുവിധം ചൂടായി വന്നിട്ടുണ്ടായിരിക്കും. ഇനി നമുക്ക് അതിലേക്ക് ഒരു നുള്ളു കുങ്കുമപ്പൂവ് ഇട്ട് കൊടുക്കാം. ഇത് ചേർത്ത് കൊടുക്കുന്നത് യാതൊരു നിർബന്ധമില്ല കേട്ടോ. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ കുങ്കുമപ്പൂവൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു കളറും അതിൻ്റെ ഒരു സ്മെല്ലും ടേസ്റ്റും ഒക്കെ വരുമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ അത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. അതിനുശേഷം നമ്മൾ അതിലേക്ക് 1 ടീസ്പൂണ് വാനില പൗഡറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ വാനില പൗഡറിന് പകരം വാനില എസൻസ് 1 ടീസ്പൂൺ ചേർത്താലും മതി. അങ്ങനെ വാനില പൗഡർ ഇട്ട് കൊടുത്തിട്ട് അതൊന്നും കൂടി മിക്സാക്കി എടുക്കുക. അതിനുശേഷം നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ച കസ്റ്റാർഡ് പൗഡറിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കുക. അപ്പോഴത്തേക്കും പാല് ഒരുവിധം നന്നായിട്ട് തിളച്ച് അതൊന്ന് കുറുകി വരും കേട്ടോ. അത് അധികം കുറുകാൻ നിൽക്കണ്ട. അപ്പോൾ അങ്ങനെ നമ്മൾ സ്റ്റൗ ഓഫാക്കുക. അതിനുശേഷം നമുക്ക് സെറ്റ് ചെയ്യാനായിട്ടുള്ള പാത്രത്തിലേക്ക് നമ്മൾ ആദ്യം പൊരിച്ച് വെച്ച ബ്രെഡിൻ്റെ പീസസ് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ച പാലിൻ്റെ കൂട്ട് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള എന്ത് നട്ട്സോ ഫ്രൂട്ട്സോ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് നട്ട്സോ ഫ്രൂട്ട്സോ ഒക്കെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് പിസ്തയും ബദാമുമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിന് കുറച്ചും കൂടി ഭംഗിയുണ്ടായിക്കോട്ടെ എന്നിട്ട് കുറച്ച് കുങ്കുമപ്പൂവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ഇത് ഇനി തണുപ്പിച്ച് കഴിക്കണമെങ്കിൽ തണുപ്പിച്ച് കഴിക്കാം, അല്ലാണ്ടും കഴിക്കാം. അപ്പോൾ നമുക്ക് അപ്പോൾ തന്നെ അങ്ങനെ കഴിക്കുകയാണെങ്കിൽ ആ പൊരിച്ച ബ്രെഡിൻ്റെ ആ ഒരു ക്രിസ്പിനെസ് ഉണ്ടല്ലോ, അതും ആ പാലും കൂടി ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റാണെന്ന് വെച്ചാൽ സൂപ്പർ ടേസ്റ്റാണ്. ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കണേ. അപ്പോഴല്ലേ നിങ്ങൾക്കൊക്കെ മനസ്സിലാവുള്ളൂ ഇതൊക്കെ നല്ല ടേസ്റ്റാണെന്നുള്ളത്. അതുപോലെ തന്നെ ഈസി അല്ലേ ചെയ്യാനായിട്ട്. അപ്പോൾ ഓരോ വീഡിയോയിലും നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ അവിടെ കാണാൻ ബെല്ലൈക്കണും കൂടി ഓപ്പൺ ആക്കി ഇടുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇനിയും ഇതുപോലെ ഈസി ആയിട്ടും വെറൈറ്റി ആയിട്ടുള്ള നല്ല നല്ല പുതിയ ഓരോ വീഡിയോസായിട്ട് വീണ്ടും കാണാം. താങ്ക്